അസ്സലാമു അലൈക്കും. റോഷന്റെ കൈവിരലിൽ അവളുടെ കൈ കോർത്തു പിടിച്ചാണ് ഇരുവരും ഗോവണി ഇറങ്ങിയത്. അവർക്ക് പിറകെ റിയയും ഉണ്ടായിരുന്നു. അവളുടെ ചുണ്ടിലും പുഞ്ചിരി നിറഞ്ഞു. ചിരിയോടെ ഒരുമിച്ചിറങ്ങി വരുന്ന ഇരുവരെയും കണ്ടതും റോഷന്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. പക്ഷെ മറ്റു ചിലർക്ക് അവരൊന്നിച്ചുള്ള വരവ് സൈറയുടെ മുഖത്തെ സന്തോഷം ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവരുടെ ഫോണിൽ രണ്ടുപേരുടെയും ചിത്രങ്ങൾ ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു അവരപ്പോൾ. റിയയുടെ കണ്ണുകൾ അവരെ നിരീക്ഷിക്കുന്ന കാര്യം അവർ അറിഞ്ഞതുമല്ല. ഇരുവരും ഹാളിലേക്ക് വന്നതും റിയ രണ്ടുപേരെയും മുറ്റത്ത് തയ്യാറാക്കിയ ചെറിയൊരു സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. ചെറിയ വിവാഹ ചടങ്ങ് എന്നാണ് റോഷൻ സൈറയോട് പറഞ്ഞത്. പക്ഷേ സ്റ്റേജും ലൈറ്റിങ്ങും കണ്ടതോടെ സൈറ റോഷന്റെ മുഖത്തേക്ക് നോക്കി. അവൻ ചിരിയോടെ കണ്ണടച്ച് കാണിച്ചു. എൻ്റെയും നിൻ്റെയും വീട്ടുകാർ, കുറച്ചടുത്ത സുഹൃത്തുക്കൾ, പിന്നെ കൂടെ ജോലി ചെയ്യുന്നവർ, അങ്ങനെ ചെറിയൊരു ഫംഗ്ഷനാണ് കേട്ടോ. അവളുടെ കാതിലാണ് അവനത് പറഞ്ഞത്. അവൾ ഒന്നും മിണ്ടാതെ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. റിയ സ്റ്റേജിലേക്ക് ഇരുവരെയും ക്ഷണിച്ചു. അവർക്കായി ഒരുക്കിയ ഇരിപ്പിടത്തിൽ അവരെ ഇരുത്തിയ ശേഷം അവൾ സംസാരിച്ചു തുടങ്ങി. വിവാഹമെന്നത് ദൈവം കൂട്ടിച്ചേർത്ത് വെക്കുന്ന പവിത്രമായൊരു ബന്ധമാണ്. രണ്ട് വ്യക്തികൾ മാത്രമല്ല വിവാഹത്തിലൂടെ കൂടിച്ചേരുന്നത്, രണ്ട് കുടുംബങ്ങൾ കൂടിയാണ്. പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ടു പേരാണ് ഒന്നിക്കുന്നത് എങ്കിൽ ആ ജീവിതം മനോഹരമായ ഒരു കാവ്യം പോലെയാണ്. അങ്ങനെ ഒരു കാവ്യമാകാൻ ഷാനുവിനും സൈറക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എല്ലാവരെയും ഇന്നത്തെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ മൈക്ക് മാറ്റിവെച്ച് ഇരുവർക്കും അരികിലേക്ക് ചെന്നു നിന്നു. എങ്ങനെയുണ്ടായിരുന്നു? റോഷനോട് ചോദ്യം. എങ്കിലും അവളുടെ കണ്ണുകൾ സൈറയിലായിരുന്നു. സൈറയ്ക്ക് ആകെ ഒരു പ്രയാസം തോന്നി. ഇതുപോലൊരു ചടങ്ങ് അവൾ പ്രതീക്ഷിച്ചതല്ല. ആബിദുമ്മക്കൊപ്പം സ്റ്റേജിലേക്ക് കയറി വന്ന ഉമ്മിയെയും ഫർഹാനെയും ഇഷയും കണ്ടതും ആ പ്രയാസങ്ങൾ അവൾ മറന്നുപോയി. ഇഷ അവളെ കെട്ടിപ്പിടിച്ചു. പിന്നെ ഉമ്മി, ഫർഹാൻ. അവളുടെ സന്തോഷം കണ്ട് എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു. റോഷന്റെ കൂടെ ജോലി ചെയ്യുന്ന ജൂനിയർ വക്കീലന്മാർ മുതൽ വളരെ അടുത്ത കുറച്ച് പേര് വന്ന് പരിചയപ്പെട്ടു. റോഷന്റെ ഗുരുവും സീനിയർ വക്കീലുമായ കൃഷ്ണമൂർത്തി വന്നതും അവൻ സൈറയെയും കൂട്ടി അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ചെന്നു. സൈറയോടാണ് അദ്ദേഹം സംസാരിച്ചത് മുഴുവനും. റോഷൻ കേൾവിക്കാരൻ്റെ റോളിൽ നിന്നു. അദ്ദേഹത്തോടൊപ്പം സംസാരിക്കുകയാണ് റോഷനെങ്കിൽ എന്നൊരു ശബ്ദം കേട്ടത്. റോഷനും സൈറയും ഒന്നിച്ച് തിരിഞ്ഞു നോക്കി. ഗൗതമും ഋതുവും വലിയൊരു ഗിഫ്റ്റ് ബോക്സും താങ്ങിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ടതും മൂർത്തി സാറിനോട് പറഞ്ഞ് സൈറ ഋതുവിനരികിലേക്ക് ചെന്നു. സൈറ പോയതും മൂർത്തി സാർ റോഷൻ്റെ കൈ പിടിച്ചു. റോഷൻ, ഇപ്പോഴാണ് നിനക്ക് ചേർന്നൊരു പെൺകുട്ടിയെ കിട്ടിയത്. നല്ല കുട്ടി, നന്നായി വരും. റോഷൻ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. ഋതു സൈറയെ കെട്ടിപ്പിടിച്ച് സന്തോഷം അറിയിച്ചു. ഗൗതം ഉള്ളിലുള്ള വിഷമം പുറത്തു കാണിക്കാതെ സൈറയോട് പുഞ്ചിരിയോടെ ഇടപെട്ടു. ക്ഷണിക്കപ്പെട്ട ചുരുങ്ങിയ അതിഥികൾക്ക് മുമ്പിൽ ഇരുവരും സന്തോഷത്തോടെ നിന്നു. ഈ കാഴ്ചകൾ കണ്ട് ഇഷ്ടപ്പെടാതെ 3 പേർ അവിടെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടെ റിയയുടെ കണ്ണുകൾ അവരെ തേടിച്ചെന്നു. ബന്ധുക്കളും സുഹൃത്തുക്കളുമായി വന്നവരൊക്കെ പിരിഞ്ഞു തുടങ്ങി. കുറച്ചു പേർ മാത്രം ബാക്കിയായി. ഉമ്മിയെയും ഫർഹാനെയും ഇഷയെയും യാത്രയാക്കാൻ റോഷനും സൈറ ഗേറ്റ് വരെ ചെന്നു. ഉമ്മിയെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞപ്പോൾ സൈറയുടെ കണ്ണുകൾ ഈറനായി. മൂവരും കാറിൽ കയറി കണ്ണിൽ നിന്ന് മറയുവോളം ഇരുവരും ഗേറ്റരികിൽ നിന്നു. തിരികെ നടക്കവേ റോഷന്റെ ശ്രദ്ധയിൽ ആ സ്ത്രീകൾ പതിഞ്ഞു. മൂവരും പോകാനായുള്ള ഒരുക്കമാണ്. റോഷൻ സൈറയുടെ കൈ പിടിച്ച് അവർക്കരികിലേക്ക് നടന്നു. റോഷനെയും സൈറയെയും കണ്ടതും മൂവരും ചിരിച്ചു എന്ന് വരുത്തി. സൈറയ്ക്ക് അവരെ കണ്ടപ്പോഴേ മനസ്സിലായിരുന്നു. അവളുടെ കൈകൾ അവൻ്റെ കൈത്തണ്ടയിൽ മുറുകി. അവനത് അറിഞ്ഞെങ്കിലും അറിയാത്തതുപോലെ നിന്നു. ശേഷം റോഷൻ ചിരിയോടെ അവർക്കരികിലേക്ക് ചെന്നു. അല്ല, നിങ്ങൾ 3 പേരും ഫുഡ് കഴിച്ചോ? കഴിച്ചോ, ഞങ്ങൾ പോവാൻ നിൽക്കാണ്. കൂട്ടത്തിൽ ഒരു സ്ത്രീ മറുപടി പറഞ്ഞു. എൻ്റെ ഭാര്യയെ പരിചയപ്പെട്ടില്ലല്ലോ. സൈറയെ അവർക്ക് മുൻപിലേക്ക് നിർത്തി. ഇത് സൈറ, എൻ്റെ ഭാര്യയാണ്. സൈറ ദയനീയമായി അവനെ നോക്കിയെങ്കിലും അവൻ കണ്ടതായി ഭാവിച്ചില്ല. ഞങ്ങൾ നേരത്തെ കണ്ടിരുന്നു. സൈറയെ നോക്കിയാണ് അവരത് പറഞ്ഞത്. റോഷൻ അവരുമായി സംസാരിക്കുന്നത് കണ്ട് റിയയും അങ്ങോട്ട് ചെന്നു. എല്ലാവരും ഉണ്ടല്ലോ, എന്താ ഒരു ഗൂഢാലോചന? റിയയുടെ ശബ്ദം കേട്ടതും മൂവരും തിരിഞ്ഞു നോക്കി. വിളറിയ മുഖത്തോടെ അവളെ നോക്കി. ഇത്താൻ്റെ മോള് ഇപ്പോഴും പഴയ അതേ കടയിലല്ലേ വർക്ക് ചെയ്യുന്നത്? ജോലിക്ക് പോകുന്നതല്ലേ? പല ബന്ധങ്ങളും കാണുമെന്ന് അഭിപ്രായപ്പെട്ട സ്ത്രീയോടാണ് റിയ ചോദിച്ചത്. അതേ മോളെ, ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് അവിഹിതം ഉണ്ടാകുമെന്ന് നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. മോളുടെ ജീവിതം കണ്ടാകുമല്ലേ അങ്ങനെ അഭിപ്രായപ്പെട്ടത്? അനാവശ്യം പറയരുത്. എൻ്റെ മോള് കുടുംബവും കുട്ടികളായി കഴിയുന്നതാണ്.
അവരുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. സെയ്റ റോഷൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. റിയ അവർക്ക് ദേഷ്യപ്പെടുന്നത് കണ്ട് ചിരിക്കുകയാണ് ചെയ്തത്. റോഷൻ്റെ ചുണ്ടിലും ചിരി വിടർന്നു. നിങ്ങൾക്ക് തോന്നുന്നത് വിളിച്ചു പറയാന്നാണോ? സ്വന്തം ചോരയെ പറഞ്ഞപ്പോൾ നൊന്തുവല്ലേ? റിയ കുറച്ച് ശബ്ദമുയർത്തിയാണ് പറഞ്ഞത്. കുറച്ചു പേര് അവളുടെ ശബ്ദം കേട്ടതും ശ്രദ്ധിച്ചു തുടങ്ങി. അത് മനസ്സിലായതും റോഷൻ റിയയെ വിളിച്ചു. റിയ. റോഷൻ്റെ ശബ്ദം ഗൗരവത്തിലായി. റിയ മിണ്ടാതെ സെയ്റയ്ക്ക് അരികിലേക്ക് നിന്നു. 3 പേർക്കും എന്ത് കിട്ടും? റോഷൻ ശബ്ദം കുറച്ച് അവർക്ക് കേൾക്കാൻ മാത്രം പാകത്തിൽ ചോദിച്ചു. എന്ത്? മറ്റു 2 പേരും ഒച്ചയെടുത്ത് കള്ളം പിടിക്കപ്പെട്ട കുട്ടികളെപ്പോലെ. വിളിച്ചു വരുത്തി അപമാനിക്കുന്നോ? ബഹളം വെക്കണ്ട. നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത് ആരാണെന്ന് എനിക്കറിയാം. നിങ്ങളെ ഇന്നത്തെ വിവാഹ ചടങ്ങിൽ ആരും ക്ഷണിച്ചിട്ടില്ല എന്നും എനിക്കറിയാം. പിന്നെ എന്തിനാണ് ഈ വേഷം കെട്ട്? ക്ഷണിച്ചില്ലെങ്കിൽ വന്നു കയറിയ നിങ്ങളെ ഇറക്കി വിടാത്തത് ഞങ്ങളുടെ മര്യാദ. നിങ്ങൾ വന്നത് ആർക്ക് വേണ്ടിയാണേലും തുറന്നു പറയണം. ഇതാണ് റോഷൻ്റെ. അവിടെ ചെന്ന് പറയണം അവളോട്, ഇതാണ് റോഷൻ്റെ പെണ്ണെന്ന്. സെയ്റയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവനത് പറഞ്ഞത്. സെയ്റയുടെ കണ്ണ് നിറഞ്ഞെങ്കിലും അവളത് ആരും കാണാതെ മറച്ചു. സെയ്റയ്ക്ക് അവരോട് മറുപടി പറയണമെന്നുണ്ടായിരുന്നു. എങ്കിലും അവൾ സംയമനം പാലിച്ചു. 3 പേർക്കും തങ്ങൾ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായതും തിടുക്കപ്പെട്ട് പോകാനിറങ്ങി. അങ്ങനെ അങ്ങ് പോവല്ലേ എന്ന് പറഞ്ഞ് റിയയും റോഷനും അവർക്ക് പിന്നാലെ തന്നു. സെയ്റ അവർ എന്താകും പറയുന്നത് എന്നാണ് ശ്രദ്ധിച്ചത്. റോഷൻ അവർക്ക് കേൾക്കാൻ പാകത്തിൽ അവർക്കടുത്തേക്ക് നീങ്ങി നിന്നു. ഇനി റോഷൻ്റെ മനസ്സിലേക്കും ഈ വീട്ടിലേക്കും അവൾക്ക് പ്രവേശനമില്ലെന്നേ അവളോട് പറയണം. അവളാണ് ഇതിന് പിന്നിൽ എന്നെനിക്ക് മനസ്സിലായി എന്നും കൂടി പറഞ്ഞേക്കിട്ടോ. 3 മറുപടി ഇല്ലാതെ നിന്നു. റോഷൻ താൻ പറയുന്നത് സെയ്റ കേൾക്കാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. അവരിൽ നിന്ന് കുറച്ച് അകലെ ആയതിനാൽ അവൾക്ക് അവർ പറഞ്ഞത് മനസ്സിലായതുമില്ല. 3 റോഡിലേക്ക് ഇറങ്ങിയതും റിയയും റോഷനും തിരികെ സെയ്റയ്ക്ക് അരികിലേക്ക് നിന്നു. സെയ്റയുടെ കൈ പിടിച്ച് റിയ മുൻപിൽ നടന്നു. ഇപ്പോൾ നേരത്തെ തോന്നിയ വിഷമം മാറിയില്ലേ അല്ലേ? റിയ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. സെയ്റ ചിരിച്ചു. ഹൃദവും ഗൗതവും ഇരുവരെയും കാത്തു നിൽപ്പുണ്ട് യാത്ര പറയാൻ. ഹൃദു സെയ്റയെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു. ഗൗതം റോഷനെയും. ഇരുവരും പോകുന്നത് നോക്കി റോഷനും സെയ്റയും നിന്നു. വീട് അതിഥികൾ ഒഴിഞ്ഞ് വീട്ടുകാർ മാത്രമായി. റോഷൻ ഡ്രസ് മാറി ഫ്രഷായി മുറിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം റിയ സെയ്റയെയും കൊണ്ട് റൂമിലേക്ക് കയറി. മുടിയിലുള്ള പിന്നുകളും ഷാളും അയച്ചു കൊടുത്തു. ഇനി അപ്പോൾ ഞാൻ പോട്ടെ. അപ്പോൾ ഗുഡ് നൈറ്റ്. സെയ്റയും മറുപടി പറഞ്ഞു. വാതിൽക്കലെത്തിയ റിയ മടങ്ങി വന്ന് സെയ്റയെ കെട്ടിപ്പിടിച്ചു. താങ്ക്സ്. അവളുടെ ചെവിയിൽ പറഞ്ഞുകൊണ്ട് റിയ അകന്നു മാറി. എന്തിനാണ്? സെയ്റ കണ്ണു കൂർപ്പിച്ചു നോക്കി. ഒന്നുമില്ലേ എന്ന് പറഞ്ഞ് അവൾ മുറി വിട്ടുപോയി. വാർഡ്രോബ് തുറന്ന് ഒരു ചുരിദാർ എടുത്ത് ഫ്രഷാകാൻ ബാത്റൂമിലേക്ക് കയറി. റോഷൻ മുറിയിലേക്ക് വരുമ്പോൾ സെയ്റ നമസ്കരിക്കുന്നതാണ് കണ്ടത്. അവൻ ബാൽക്കണിയിലേക്ക് പോയി. നമസ്കാരം കഴിഞ്ഞുള്ള പ്രാർത്ഥനയിൽ അവൾക്ക് ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റോഷനോടൊപ്പം സമാധാനപൂർണ്ണമായ ഒരു ജീവിതമാകണമേ എന്ന്. അവസാന ശ്വാസം വരെ കൂടെ ഉണ്ടാകണമെന്നും. റോഷൻ മുറിയിലേക്ക് കയറുമ്പോഴും സെയ്റ പ്രാർത്ഥനയിലാണ്. അവൻ്റെ സാന്നിധ്യം അറിഞ്ഞതും അവൾ പ്രാർത്ഥന മതിയാക്കി എഴുന്നേറ്റു. റോഷൻ ബെഡിലിരുന്ന് അവളെ ശ്രദ്ധിച്ചു. സെയ്റ നമസ്കാര സമയത്ത് ഉപയോഗിക്കുന്ന വസ്ത്രം മാറി മുടി ചീകി പിന്നിട്ടു. റോഷൻ അവളെ ശ്രദ്ധിക്കുന്നത് അവൾ അറിഞ്ഞതേയില്ല. അവൻ എഴുന്നേറ്റ് അവൾക്ക് പിറകിൽ പോയി നിന്നു. അതും അവൾ അറിഞ്ഞിട്ടില്ല. മുടി ചീകി പിന്നിട്ട് തിരിഞ്ഞ അവൾ റോഷൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു. അവനെ നോക്കി ചിരിയോടെ മാറിപ്പോകാൻ ശ്രമിച്ചതും അവളെ അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. റോഷൻ. അവൾ പതിയെ വിളിച്ചു. എന്നിട്ട് കുതറി നോക്കി. പക്ഷേ റോഷൻ്റെ കൈകളിൽ അവൾ കുരുങ്ങിക്കിടന്നു. സെയ്റ. അവൻ്റെ ശബ്ദം കാതിൽ പതിഞ്ഞതും അവളാകെ ഉലഞ്ഞുപോയി. അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ നേരെ പോയത് ആ മുറിയിൽ മുൻപ് സെയ്റ കണ്ടിരുന്ന അടച്ചിട്ട ഡോറിന് നേരെയാണ്. ഒരു കൈയിൽ സെയ്റയെ ചേർത്ത് പിടിച്ച് മറുകൈ കൊണ്ട് ഡോർ തുറന്ന് അകത്തേക്ക് കയറി. ആ മുറിയിൽ ഇരുട്ടായിരുന്നു. റോഷൻ ലൈറ്റ് ഇട്ടു. ബെഡ്റൂമിൻ്റെ അത്ര വലിപ്പമില്ലാത്ത മുറി. ഓഫീസ് മുറിയായി സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ടേബിളും ചെയറും അതിനോട് ചേർന്ന് ഷെൽഫും. അതിൽ നിയമപുസ്തകങ്ങളാണ് കൂടുതൽ. ഒരു ഭാഗത്ത് ഒരു ചൂരൽ സെറ്റിയും അതിനോട് ചേർന്ന് ചെറിയൊരു ലൈബ്രറിയെ പോലെ ഷെൽഫ് നിറയെ പുസ്തകങ്ങളുമുണ്ട്. സെയ്റയെ ചേർത്ത് പിടിച്ച് പുസ്തകങ്ങളുള്ള ഭാഗത്തേക്കാണ് അവൻ കൊണ്ടുപോയത്. സെയ്റ ആ മുറിയാകെ നോക്കിക്കാണുകയായിരുന്നു. പുസ്തകങ്ങൾ കണ്ടതും അവൾക്ക് സന്തോഷമായി. എങ്ങനെയുണ്ടോ? ഇഷ്ടായോ? അവളെ അഭിമുഖമായി നിർത്തിക്കൊണ്ട് ചോദിച്ചു. മറുപടിയായി അവൾ ആ നെഞ്ചിലേക്ക് ചാഞ്ഞു.
ചിരിയോടെ അവൾ അവനെ ചേർത്ത് പിടിച്ചു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ കിടപ്പുമുറിയായി ഇതായിരുന്നു. ഡൈവേഴ്സിന് ശേഷമാണ് ബെഡ്റൂമിലേക്ക് കിടപ്പുമുറി മാറിയത്. ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റാത്ത ഒരു ഘട്ടം വന്നപ്പോൾ പിരിയുകയില്ലാതെ ഒരു ഓപ്ഷൻ എനിക്ക് മുമ്പിൽ ഇല്ലായിരുന്നു. നമ്മൾ ഇരുവരും രണ്ടുപേരാൽ വേദനിക്കപ്പെട്ടവരാണ്. പഴയ കാര്യങ്ങളൊന്നും നമ്മെ ബാധിക്കരുത്. ആ കാലം കഴിഞ്ഞു പോയി. അവരുണ്ടാക്കിയ മുറിവുകളും കരിഞ്ഞു. ഇത് നമ്മുടെ പുതിയ ജീവിതമാണ്. പരസ്പരം എന്നും തുറന്നു പറയാൻ നമുക്ക് കഴിയണം. എനിക്ക് തെറ്റുകൾ വരാം. അങ്ങനെ വന്നാൽ എന്നെ തിരുത്താനും ശ്വാസിക്കാനും നിനക്ക് അധികാരം അവകാശമുണ്ട്. സീറ അവനെ ശ്രദ്ധിച്ചു കേൾക്കുകയാണ്. ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ? റോഷൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. അവളെ പുഞ്ചിരിയോടെ തല ചലിപ്പിച്ചു. കുട്ടിക്കെന്താ മിണ്ടാൻ വയ്യേ എന്ന് ചോദിച്ച് അവൻ അവളുടെ കവിളിൽ തൊട്ടു. എന്നെ ഞാനായിട്ട് പരിഗണിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവനെ നോക്കി. അവൻ്റെ കണ്ണുകളും അവളുടെ മുഖത്തായിരുന്നു. അവളുടെ മുഖം കയ്യിലേക്കെടുത്തു. സീറയാകെ വെപ്രാളപ്പെട്ട് അവനെ നോക്കി. അവളുടെ കവിളുകളിൽ ചുവപ്പ് പടർന്നു. കൈ വിയർത്തു. സീറയുടെ മാറ്റം കണ്ട് റോഷനെ ചിരി വന്നെങ്കിലും ചിരിക്കാതെ അവളെ തന്നെ നോക്കി. നിനക്കെന്നെ പേടിയാണോ? കണ്ണിലേക്ക് നോക്കിയാണ് അവൻ ചോദിച്ചത്. ഏയ്, അങ്ങനെയൊന്നുമില്ല. അവളുടെ ശബ്ദം ഇടറിപ്പോയി. പിന്നെ നീ എന്തിനാ ഇങ്ങനെ വിറയ്ക്കുന്നത് എന്ന് ചോദിച്ച് അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു. സീറ മൗനമായി നിന്നതേയുള്ളൂ. അപ്പോഴാണ് ബെഡിൽ കിടന്ന റോഷൻ്റെ ഫോൺ റിങ് ചെയ്തത്. റോഷൻ സീറയുമായി ബെഡിനരികിലേക്ക് ചെന്നു. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് കണ്ടതും അവൻ്റെ മുഖം കടുത്തു. കൺപീലികൾ വിറച്ചു. മുഖം ചുവന്ന് ദേഷ്യം നിറഞ്ഞ ഭാവം മുഖത്ത് നിറഞ്ഞു. സീറയെ ദേഹത്ത് നിന്ന് അടർത്തി മാറ്റി ഫോണുമായി ബാൽക്കണിയിലേക്ക് പോയി. പെട്ടെന്ന് റോഷൻ്റെ ഭാവം മാറിയതും എന്താണെന്നറിയാതെ സീറ വേവലാതിപ്പെട്ടു. ആരാവും വിളിച്ചത്? ആലോചനയോടെ അവൾ ബെഡിലിരുന്നു. കണ്ണുകൾ ബാൽക്കണിയിലേക്ക് നീണ്ടു. ഇരുട്ടിൽ ബാൽക്കണി കാണാനേ ഇല്ല. എങ്കിലും റോഷൻ അവിടെയുള്ള കാരണം അവളുടെ കണ്ണുകൾ അങ്ങോട്ട് നീണ്ടു. ഈ സമയം റോഷൻ ദേഷ്യത്തോടെ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. ഷാനു എന്നൊരു ശബ്ദം ചെവിയിൽ മുഴങ്ങിയതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് കൂടുതൽ ഇരുണ്ടു. റോഷൻ്റെ മറുപടി കേൾക്കാതായതും വീണ്ടും ഷാനു എന്ന് വിളിച്ചു. എന്താ? എന്ത് വേണം? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. നിന്നെ വേണം മെഹ്റ. അവൻ്റെ ശബ്ദത്തിൽ മുഴുവൻ ദേഷ്യമുണ്ടായിരുന്നു. നിനക്കെന്താ ഷാനു എന്നെ മനസ്സിലാവാത്തത്? നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. പ്ലീസ് ഷാനു. അവളോട് ദേഷ്യം വന്നെങ്കിലും ഡീപ്പ് ബ്രീത്ത് എടുത്ത് ഒന്ന് സമാധാനപ്പെട്ട ശേഷം അവൻ സംസാരിച്ചു തുടങ്ങി. മെഹ്റ, നമ്മൾ ലീഗലി ഡൈവേഴ്സ് ആയതാണ്. ഇനി എൻ്റെ ജീവിതത്തിൽ മെഹ്റയില്ല. നീ ഇതുവരെ ചെയ്തത് എല്ലാം ഞാൻ ക്ഷമിച്ചു. പക്ഷേ ഇന്ന് നീ കാണിച്ചത് ഞാൻ ക്ഷമിക്കില്ല. ഞാൻ മഹർ നൽകി കൊണ്ടുവന്ന എൻ്റെ ഭാര്യയെ സങ്കടപ്പെടുത്തുന്ന കാര്യം എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഇനി ഞങ്ങളുടെ ലൈഫിലേക്ക് നീ എത്തി നോക്കിയാൽ, ഇടപെട്ടാൽ നിനക്കെന്നെ അറിയാലോ. ഞാൻ എന്താകും ചെയ്യുക എന്നതിന് എനിക്ക് തന്നെ അറിയില്ല. എന്നെക്കാളും ഇഷ്ടമാണോ ഷാനുവിന് അവളോട്? മെഹ്റയുടെ ശബ്ദം മാറുന്നത് അവന് മനസ്സിലായി. അതെ, നീ എൻ്റെ ഓർമ്മകളിൽ പോലുമില്ല മെഹ്റ. ഇനി എൻ്റെ ജീവിതത്തിലേക്ക് വരരുത്. എന്നെ വെറുതെ വിട്. നമ്മൾ ഒന്നിച്ചായിരുന്നു 4 വർഷം കൊണ്ട്. ഒരായുസിലേക്ക് വേണ്ട മനപ്രയാസങ്ങൾ നീ എനിക്ക് തന്നു. ഇനിയും എന്നെ ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. റോഷൻ ഏറെ സമാധാനത്തിലാണ് പറഞ്ഞവസാനിപ്പിച്ചത്. ഇല്ല, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. പഠിക്കുന്ന സമയം മുതൽ നിന്നെ ആർക്കും കൊടുക്കാതെ ഞാൻ കൂടെ നിന്നില്ലേ? ഒരുമിച്ച് ഒരു അഡ്വക്കേറ്റിന് കീഴിൽ ജൂനിയർ വക്കീലായതും ഒടുവിൽ നിന്നെ വിവാഹം കഴിച്ചതുമെല്ലാം നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. നീ എൻ്റെയാണ്. ഡൈവോഴ്സ് തന്നത് ഒഴിഞ്ഞു പോകാനല്ല. എന്നേലും നീ എൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് തിരികെ വിളിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ഞാനല്ലാതെ മറ്റൊരാൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല. അവളുടെ ശബ്ദം താക്കീതിൻ്റേതായിരുന്നു. റോഷൻ എന്തു പറയണമെന്നറിയാതെ നിന്നു. എന്ത് മറുപടി കൊടുക്കണം? മറുപടി പോലും അറിയിക്കുന്നില്ല അവളെന്ന് തോന്നി. എന്നിട്ടും അവൻ അവളോട് സംസാരിച്ചു തുടങ്ങി. മെഹ്റ, ഞാൻ പറയുന്നത് നിനക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും പറയാ, എൻ്റെ ഉമ്മയും ഉപ്പയും സഹോദരിയും പ്രിയപ്പെട്ടവരാണ് എനിക്ക്. അവരെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നിന്നിൽ നിന്നും ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ തമ്മിൽ എങ്ങനെയായിരുന്നു എന്ന് നിനക്കറിയാം. എത്രത്തോളം അകന്നാണ് നമ്മൾ കഴിഞ്ഞത്. ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് പിരിയാമെന്നൊരു ആവശ്യം പോലും എനിക്ക് നിന്നോട് പറയേണ്ടി വന്നത്. എന്നിട്ടും നീ മാറിയില്ല. എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. ഞാൻ നിന്നെയും. ആ അധ്യായം എന്നെ സംബന്ധിച്ച് അവസാനിച്ചു. എൻ്റെ ഓർമ്മകളിൽ പോലും നീയില്ല. മറന്നു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ ജീവിതം ഞാൻ ആഗ്രഹിച്ചതുപോലെ ജീവിക്കാൻ തുടങ്ങുകയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാൻ നോക്കൂ.
ഉമ്മയെയും ഉപ്പയെയും വിഷമിപ്പിക്കാതെ ഇനി എന്നെ വിളിക്കരുത്. ഇത്ര നാളും നിന്റെ കോൾ കണ്ടിട്ടും എടുക്കുകയോ തിരിച്ചു വിളിക്കുകയോ ചെയ്യാതിരുന്നത് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നാത്തതിനാലാണ്. പക്ഷേ ഇന്ന് നീ അയച്ച ആളുകളുടെ പെർഫോമൻസ് കണ്ടപ്പോഴേ എനിക്ക് നിന്റെ സാന്നിധ്യം അവർക്ക് പിറകിലുണ്ടെന്ന് മനസ്സിലായതാണ്. അതുകൊണ്ട് മാത്രമാണ് നിന്റെ കോൾ ഞാൻ എടുത്തത്. ഇനി ആവർത്തിക്കരുത് പ്ലീസ്. എൻ്റെ ജീവിതത്തിലേക്ക് അറിയാതെ പോലും നോക്കരുത്. ഗുഡ് ബൈ. അവളുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അവൻ കോൾ ഡിസ്കണക്ട് ചെയ്തു. മറുപുറത്തെ കോൾ അവസാനിപ്പിച്ചു എന്നറിഞ്ഞതും കൺവെൻമെന്റിൽ കണ്ടതെല്ലാം തല്ലി തകർത്തു തുടങ്ങി മെഹ്റ. എനിക്ക് കിട്ടാത്തത് ആർക്കും കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ എൻ്റേത് മാത്രമാണ്, എൻ്റേത് മാത്രം എന്ന് പിറുപിറുത്തുകൊണ്ട് സർവ്വം നശിപ്പിക്കാൻ പോകുന്ന ഭാവത്തിൽ നിൽക്കുന്ന മകളെ കണ്ടതും മെഹ്റയുടെ ഉമ്മ ലൈല പേടിയോടെ മകളെ നോക്കി. തല്ലിത്തകർക്കലും പുതിയത് വാങ്ങിവെക്കലും പതിവായിരിക്കുന്നു. ഡൈവോഴ്സിന് ശേഷം ഇത് പതിവാണ്. ഒരേ ഒരു മകൾ എല്ലാ ലാളനകളും നൽകി. അവളുടെ വാശികൾക്കെല്ലാം കൂട്ടുനിന്നു. ഇഷ്ടമുള്ളതെല്ലാം കയ്യിൽ എത്തിച്ചു കൊടുത്തു. ഇന്നതിൽ ഖേദിക്കുന്നു. മകളുടെ സ്വഭാവം ആകെ മാറി. സ്വാർത്ഥതയുടെ ആൾരൂപമായി അവൾ മാറിയത് ഭയത്തോടെ നോക്കി നിൽക്കാൻ മാത്രമേ അവർക്ക് സാധിക്കുന്നുള്ളൂ. മകളുടെ ആഗ്രഹത്തിനൊത്ത് കൂടെ നിൽക്കുന്ന അവളുടെ ഉപ്പ അലി അക്ബർ നാട്ടിലില്ല. ഉണ്ടായിരുന്നു എങ്കിൽ അവളെ ആശ്വസിപ്പിച്ച് കൂടെ കാണുമായിരുന്നു. ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി മുംബൈ വരെ പോയിരിക്കുന്നു. മകളുടെ ദേഷ്യം കാണെ അവർക്ക് റോഷനെയും വീട്ടുകാരെയും ഓർമ്മ വന്നു. മെഹർ തന്നെയാണ് റോഷനെ ഇഷ്ടമാണെന്ന് പറയുന്നത്. അങ്ങനെയാണ് വിവാഹാലോചനയുമായി പോകുന്നതും ആർഭാടമായി വിവാഹം കഴിഞ്ഞതും. ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടെന്നറിഞ്ഞും മോളെ ഉപദേശിച്ചു. അന്നവൾ പറഞ്ഞത് റോഷനും തനിക്കുമിടയിൽ മറ്റുള്ളവർ ബുദ്ധിമുട്ടാണെന്നാണ്. വീടെടുത്ത് മാറണമെന്നായിരുന്നു അവൾക്ക്. റോഷൻ അതിന് സമ്മതിച്ചില്ല. പിന്നീട് വഴക്കുകൾ സ്ഥിരമായി. ഇരുവരും അത്രക്കും അകന്നു. ഡൈവേഴ്സ് ആവശ്യപ്പെട്ടത് റോഷനായിരുന്നു. മെഹ്റയ്ക്ക് അത് സമ്മതമല്ലായിരുന്നു. എതിർത്തു ശക്തമായി. പിന്നീട് സ്വയം അവൾ ഡൈവേഴ്സിന് സമ്മതം മൂളി. കാരണം അറിയില്ല. അതിനുശേഷം അവൾ അപ്പയോടെ മാറിപ്പോയി. റോഷൻ എന്തെങ്കിലും അവളെ തിരിച്ചു വിളിക്കുമെന്നൊരു പ്രതീക്ഷ അവൾക്കുണ്ടായിരുന്നു. ഇന്ന് അവൻ്റെ വിവാഹമാണെന്നറിഞ്ഞതും അവളാകെ തകർന്നു പോയി. അതിൻ്റെ പ്രതിഫലമാണ് ഇപ്പോൾ കണ്ടത്. മെഹ്റ തളർന്നു വീഴുന്നത് നോക്കി അവർക്ക് കാവലിരുന്നു. ദേഷ്യപ്പെട്ടു നിൽക്കുന്ന മകൾക്ക് അരികിലേക്ക് പോകാൻ പോലും അവർ ഭയപ്പെട്ടു. സെയ്റ റോഷൻ ഉറക്കെ മെഹ്റ എന്ന് വിളിക്കുന്നത് കേട്ടിരുന്നു. മെഹ്റയാകും വിളിക്കുന്നത് ദേഷ്യത്തിൻ്റെ കാരണവും മതവുമെന്ന് മനസ്സിലായതും അവളെ ബെഡിൽ ഓരം ചേർന്ന് കിടന്നു. ഉറക്കം വരുന്നില്ല. ഓർമ്മകൾ വീണ്ടും കുത്തി നോവിക്കുമെന്ന് തോന്നിയതും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. മെഹ്റയുടെ കോൾ ഡിസ്കണക്ട് ചെയ്ത് മുറിയിലേക്ക് വന്ന റോഷൻ കാണുന്നത് കണ്ണുകൾ ഇറുകെ ചിമ്മിക്കൊടുക്കുന്ന സീറയാണ്. അവന് അവളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ തോന്നി. മെഹ്റയോട് ദേഷ്യം തോന്നി. തങ്ങൾക്കിടയിൽ ഒരു ഫോൺ കോൾ കൊണ്ടുവന്ന് ഈ ദിവസം കളഞ്ഞതിൽ അവളോട് ദേഷ്യം തോന്നി. സീറയെ ഒന്ന് നോക്കിയ ശേഷം അവന് ബെഡിൽ കയറി കിടന്നു. അവൾക്കരികിൽ ചേർന്ന് കിടന്നു. ഉറക്കം പിടിച്ചിരുന്ന സീറ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു. അവൻ്റെ കൈക്കുള്ളിൽ അവൾ സുരക്ഷിതമായി ഉറങ്ങി. നെറ്റിയിൽ വീണ് കിടക്കുന്ന മുടിയകൾ അവൻ ചെവിക്ക് പിറകിലേക്ക് ആക്കി വെച്ചു. നെറ്റിയിൽ അമർത്തി ഒന്ന് ചുംബിച്ച ശേഷം അവനും കണ്ണുകൾ അടച്ചു കിടന്നു. അവൻ്റെ ചുംബനത്തിൻ്റെ ചൂടിൽ ഒന്നുകൂടെ അവൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടന്നു. അവൻ്റെ കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ചു. ഒരിക്കലും കൈവിടില്ലെന്ന പോലെ. പിറ്റേന്ന് സൈറ കണ്ണു തുറക്കുമ്പോൾ റോഷൻ്റെ നെഞ്ചിൽ അവൻ്റെ കൈക്കുള്ളിൽ സുരക്ഷിതമായി കിടക്കുകയാണ്. അവൾക്ക് ജാള്യത തോന്നി. അവൻ്റെ കൈ എടുത്തു മാറ്റാൻ ശ്രമിച്ചെങ്കിലും സാധിക്കുന്നില്ല. ബലം പ്രയോഗിച്ച് എടുത്താൽ റോഷൻ ഉണരുമോ എന്നുള്ള ഭയവും. പതിയെ അവൻ നെഞ്ചിൽ നിന്ന് തലയുയർത്തി നോക്കി. കണ്ണുകൾ അടച്ച് ശാന്തമായി ഉറങ്ങുന്നു. അവൻ്റെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടികൾ അവൾ പതിയെ തൊട്ടു നോക്കി. അവൻ്റെ കവളിലും തൊട്ടി നോക്കി. പെട്ടെന്ന് പിൻവലിച്ചു. വീണ്ടും നെഞ്ചിൽ നിന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചു നോക്കി. പക്ഷെ സാധിക്കുന്നില്ല. അവനെ നെഞ്ചിൽ തല ചായത്തി അങ്ങനെ കിടക്കുകയേ നിവൃത്തിയുള്ളൂ എന്നുള്ളതും അവൾ അങ്ങനെ കിടന്നു. ആ കിടപ്പിൽ അവളുടെ ഓർമ്മകൾ ഫൈസിയിലേക്ക് വഴുതി വീണു. ആദ്യ രാത്രിയിൽ തന്നെ ബലമായി സ്നേഹമോ പ്രണയമോ ഇല്ലാതെ കീഴ്പ്പെടുത്തിയ ഫൈസിയോട് അവൾക്ക് നീരസം തോന്നിയിരുന്നു. എങ്കിലും ഇങ്ങനെയൊക്കെയാവും ജീവിതം എന്നാണ് അന്നവൾ കരുതിയത്. നീറുന്ന മനസ്സും ശരീരവുമായി അവൾ ഫൈസിയോടും ആ വീടിനോടും പൊരുത്തപ്പെട്ടു. അങ്ങനെയാണ് ജീവിതമെന്നു കരുതി ആരെയും ഒന്നും അറിയിച്ചില്ല. താളപ്പിഴകൾ പതിവായി. സ്വന്തം രക്തത്തിൽ പിറക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ജീവനും നഷ്ടപ്പെട്ടു പോകുമെന്ന അവസ്ഥ വന്നതും അവൾ പ്രതികരിച്ചു ശക്തമായി തന്നെ. ആ ഒരു ദിവസത്തിൻ്റെ ഓർമ്മയിൽ അവളൊന്ന് ഉലഞ്ഞുപോയി. ഒരു സംശയം തോന്നി പ്രഗ്നൻസി ടെസ്റ്റ്
കിറ്റ് വാങ്ങാൻ പറഞ്ഞുകൊണ്ട് ഫൈസിയുടെ പിറകെ 2 ദിവസം നടക്കേണ്ടി വന്നു. 2-ാം ദിവസമാണ് അവനത് വാങ്ങി വന്നത്. വെറുതെ എൻ്റെ പൈസ കളയാൻ എന്ന് പറഞ്ഞ് അവൾക്ക് നേരെ വലിച്ചെറിഞ്ഞ് പുറത്തേക്ക് പോയി. കണ്ണു നിറഞ്ഞു. ഫൈസിയെ എത്ര ശ്രമിച്ചിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ വന്ന സമയത്ത് കണ്ട ഇഷ്ടം തോന്നിയാണ് വിവാഹം കഴിച്ചത് എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരിക്കൽ പോലും സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിക്കുകയോ ആശ്വാസമാവുകയോ ചെയ്തിട്ടില്ല. ഫൈസിയുടെ വാപ്പൊഴികെ മറ്റാരും നന്നായി പെരുമാറിയിട്ടില്ലായിരുന്നു. ഫൈസി എന്ത് ചെയ്താലും ന്യായീകരിക്കുകയും തന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഉമ്മയും എല്ലാത്തിനും മൗനമായി കൂടെ നിൽക്കുന്ന അനിയത്തി ഫാത്തിയയും ആ വീട്ടിൽ ആരും തന്നെ കൂട്ടിന് ഇല്ലായിരുന്നു. എങ്കിലും എല്ലാം സഹിച്ചും ക്ഷമിച്ചു നിന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഉമ്മയെ ഓർത്ത്, ഫർഹാനെ ഓർത്ത്. സൈറ പ്രഗ്നൻസി കിറ്റുമായി ബാത്റൂമിലേക്ക് കയറി ആകാംക്ഷയോടെ നോക്കി നിന്നു. ഒരു ലൈൻ മാത്രം തെളിഞ്ഞു വന്നു. നിരാശയോടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വെറുതെ അതിലേക്ക് വീണ്ടും നോട്ടം മാറി വീണു. 2 പർപ്പിൾ ലൈൻ തെളിഞ്ഞു വന്നിരിക്കുന്നു. സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു വന്നു. കണ്ണാടിയിൽ നോക്കി മുടി ചീകുന്ന ഫൈസയെ കണ്ടതും അവളെ അവൻ്റെ അരികിലേക്ക് ചെന്ന് പിറകിലൂടെ കെട്ടിപ്പിടിച്ചു. ഷർട്ട് ചുളിക്കാതെ ഒന്ന് പോടി എന്ന് പറഞ്ഞ് അവളെ തള്ളി മാറ്റി. സങ്കടം വന്നെങ്കിലും അവളത് മറച്ചുകൊണ്ട് കയ്യിലിരുന്ന സ്ട്രിപ്പ് അവന് നേരെ നീട്ടി. അവളുടെ കൈ പിടിച്ച് നോക്കിയ ശേഷം കൈവിട്ടു. അവളുടെ കയ്യിലുണ്ടായിരുന്ന സ്ട്രിപ്പ് ദൂരെ തെറിച്ചു വീണു. സൈറ അത് പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. നമുക്ക് അത് വേണ്ട. ഫൈസിയുടെ ശബ്ദം കേട്ടതും അവൾ അവൻ്റെ അരികിലേക്ക് ചെന്നു. എന്താ പറഞ്ഞേ? അവളുടെ ശബ്ദം ചിലമ്പിച്ചു. നീ വേഗം പോയി റെഡിയാവൂ, ഹോസ്പിറ്റലിൽ പോവാം. നമുക്കിത് വേണ്ട. കുറച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ കുറിച്ച് ആലോചിക്കാം. എന്തൊക്കെ ഈ പറയുന്ന ഫൈസി? നമ്മുടെ കുഞ്ഞാണ് ഫൈസി. ഇത് അതെനിക്കറിയാം. അതാണ് പറഞ്ഞത് നമുക്ക് വേണ്ടെന്ന്. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അവൾ ധൈര്യം സംഭരിച്ച് പറഞ്ഞു. നിൻ്റെ സമ്മതം പോലും വേണ്ട എനിക്ക്. ഇല്ല, ഞാൻ സമ്മതിക്കില്ല ഈ കുഞ്ഞിനെ കളയാൻ. സൈറ, മര്യാദക്ക് പറയുന്നത് കേൾക്കൂ. നമുക്കിത് വേണ്ട. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അവൾ വീണ്ടും അത് തന്നെ പറഞ്ഞു. ഫൈസി ദേഷ്യത്തോടെ അവിടെ കൈ പിടിച്ച് വലിച്ച് പുറത്തേക്ക്. അവൾ പോകില്ലെന്ന പോലെ ബലം പിടിച്ചു നിന്നു. അവൻ്റെ ദേഷ്യം കൂടി. അവളെ പിടിച്ചു വലിച്ച് ചുവരിനോട് ചേർത്ത് നിർത്തി 2 കവിളിലും ആഞ്ഞടിച്ചു. ഞാൻ പറയുന്നത് കേട്ട് അനുസരിച്ചാൽ മതി, കേട്ടോടി. സൈറയ്ക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. അതുപോലെയുള്ള അടിയാണ്. എങ്കിലും അവളുടെ ചുണ്ടുകൾ മുഴിഞ്ഞത് സമ്മതിക്കില്ല എന്ന് തന്നെയായിരുന്നു. അത് കേട്ടതും അവൻ്റെ ദേഷ്യം കൂടി. മുടിയിൽ പിടിച്ച് വലിക്കുകയും മുഖത്തടിക്കുകയും ചെയ്തു. ഫൈസി, വേദന സഹിക്കാതെ അവൾ നിലവിച്ചു. അവനത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഒരു തരം ഉന്മാദാവസ്ഥയിൽ അവളെ വേദനിപ്പിച്ചു കൊണ്ടേയിരുന്നു. അവൻ്റെ കാലിൽ വീണ് കരഞ്ഞു തുടങ്ങി അവളെ കാലുകൊണ്ട് തട്ടിയെറിഞ്ഞ് വയറിൽ ചവിട്ടി. നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞത് വീണ്ടും കാലുയർത്തിയതും അവൾ അവനെ തള്ളി മാറ്റി മുറിക്ക് പുറത്തേക്കിറങ്ങി. മുറിക്ക് പുറത്ത് ഇരുവരുടെയും വഴക്ക് കേട്ടുകൊണ്ടിരുന്ന ഫൈസിയുടെ ഉമ്മ രഹന അവളെ പിടിച്ചു വലിച്ച് ഹാളിലേക്ക് കൊണ്ടുപോയി. പിറകെ ഫൈസിയും സഹോദരിയും വന്നു. അവന് വേണ്ടാത്ത കുഞ്ഞിനെ നിനക്കെന്താടി എന്ന് ചോദിച്ച് രഹന സൈറയുടെ മുടിയിൽ പിടുത്തമിട്ടു. ഉമ്മി. വേദന സഹിക്കവയ്യാതെ അവൾ ഉമ്മയെ വിളിച്ചുപോയി. അത് കേട്ടതും അവളെ തറയിലേക്ക് ഒരൊറ്റ തള്ളു വെച്ചു കൊടുത്തു രഹന. സൈറ വേദന കൊണ്ട് പുളഞ്ഞു. ഫൈസിയും ഉമ്മയും അവളെ ചീത്ത പറഞ്ഞു തുടങ്ങി. സൈറ ശബ്ദമില്ലാതെ കരഞ്ഞു. ഇത് കേട്ടാണ് ഫൈസിയുടെ വാപ്പ യൂസുഫ് വന്നത്. ആ ഉപ്പ ഉണ്ടായതുകൊണ്ട് അന്ന് രക്ഷപ്പെട്ടു. സൈറ അത് ഓർത്ത് റോഷിൻ്റെ നെഞ്ചിൽ കിടന്നു. അവൾക്ക് കണ്ണുനീര് വന്നു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.